2-3 ദിവസം മുമ്പ് കൊല്ലസുധീൻ്റെ ഭാര്യ രേണുവിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അത് ചെയ്തപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കുരുപൊട്ടികളങ്ങ് ഇളകിയിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഞാൻ അവരെ മോശപ്പെടുത്തിയൊന്നുമല്ല. അതായത് അവർ ചിലത് കാണിക്കുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴെല്ലാവരും കുറ്റം പറയുന്നതെന്ന് പറഞ്ഞിട്ട് വേറൊരു ലോകത്താണ് അവരുള്ളത്. അതായത് അവരെന്ന് പറയുന്നത് അവരെ കുറ്റം പറയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. അവരുടെ കാര്യമാണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ്. ശരിക്കും നമ്മൾ എന്താണ് പറയുന്നത്, അവരുടെ കൂടെ നടക്കുന്നവർ ഇല്ലെങ്കിൽ അവർ കാരണം വൈറലാകാൻ വേണ്ടി ശ്രമിക്കുന്ന ചില ആൾക്കാരുണ്ട്. അതായത് ഈ രേണുവിനെ കൂട്ടിയിട്ട് റീൽസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കും കൂടി വൈറലാകാം, അങ്ങനെ ഞങ്ങളും കൂടി ശ്രദ്ധിക്കപ്പെടും എന്ന് കരുതിയിട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അവരാണ് ഇവരെ ഇളക്കി വിടുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ അവർ അഭിനയിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ റീൽസ് ചെയ്യുന്നത് കൊണ്ടോ ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല. അവർ ചെയ്യട്ടെ, അവരിഷ്ടം പോലെ അവർ ചെയ്തിട്ട് ഇവിടെ ആരൊക്കെ ചെയ്തോ ഒരു ചെയ്തോ ഇല്ല. ഒരു സീരിയലിൽ വിളിച്ചു, ഇല്ലേ ഒരു സിനിമയിൽ വിളിച്ചു, അപ്പോൾ ഏത് വേഷമാണ് അവർക്ക് ചെയ്യേണ്ടി വരിക എന്ന് പറയാൻ പറ്റൂല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കൊല്ലസുധീൻ്റെ ഭാര്യനെ വിളിച്ചിട്ട് അങ്ങനെ ഒരു വേഷമൊന്നും കൊടുക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അതായത് ഒരു വളരെ മോശമായിട്ടുള്ള വേഷമൊന്നും അവർ കൊടുക്കത്തില്ല. അപ്പോൾ എവിടെയോ കിടക്കുന്ന ഒരു വേഷത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴേ പോയിട്ട് ദിലീപേട്ടൻ അഭിനയിച്ച റീൽസ് അല്ലേ, അതുപോലെ ഗോപിക അഭിനയിച്ച റീൽസ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? അത് മാത്രമാണ് ഞാൻ ചോദിച്ചത്. അല്ലാതെ അവർ എവിടെയെങ്കിലും പോയിട്ട് ജീവിക്കുന്നതിനോട് ഒരാൾക്കും ഒരു വിഷമവും ഇല്ല. കാരണം സുധിയില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ വരുമാനം എന്ന് പറഞ്ഞാൽ ഇനി അവർ ജോലിക്ക് പോകണം, അവർക്ക് വീട് മാത്രമേ ഉള്ളൂ. പക്ഷേ അപ്പോഴും നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ, അതായത് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞൊരു വലിയ കലാകാരൻ്റെ ഭാര്യയാകുമ്പോഴേ അയാളെ പറയിക്കുന്ന തരത്തിലേക്ക് നമ്മൾ നീങ്ങാൻ പാടില്ല. അതായത് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി നക്ഷത്ര നല്ല രീതിയിൽ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് നിർത്തിച്ചത് എന്ന് പറഞ്ഞാൽ നമ്മളെ പാഷാൺ ഷാജിയാണ്. ഈ ഷാജീനെ പോലെയുള്ള ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഈ ലക്ഷ്മി നക്ഷത്ര ഇവരെ വിറ്റിട്ട് നല്ലോണം പൈസ ഉണ്ടാക്കുന്നുണ്ടെന്ന്. ആ കുട്ടികളെ ഒരു ഓണത്തിനോ വിഷുവിനോ ഇല്ലെങ്കിൽ ഈസ്റ്ററിനോ കാണാൻ പോകുന്നത് ആരാണ്? ഈ ലക്ഷ്മി നക്ഷത്രം മാത്രമാണ്. കുറച്ച് സാധനവും അതുപോലെ തുണിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. അതുവരെ ഇല്ലാതാക്കിയില്ലേ? അതുവരെ ഇങ്ങനെയുള്ള ചില ആൾക്കാരെ ആ ഒരു സ്ത്രീനെ കുറ്റം പറഞ്ഞിട്ട് അതില്ലാണ്ടാക്കി. എന്നാൽ ഇവന്മാരാരെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ? ഇവന്മാരാരും കൊടുക്കത്തുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു സ്വന്തം സഹോദരൻ്റെ മക്കൾ എന്ന നിലയിൽ, അതുപോലെ സഹോദരൻ്റെ ഭാര്യ എന്ന നിലയിലായിരുന്നു ഈ ലക്ഷ്മി നക്ഷത്രമൊക്കെ കണ്ടത്. പക്ഷേ അവരുടെ കയ്യിലും കുറച്ച് ഫൗളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുധിയേട്ടൻ്റെ മണമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്പ്രേയും കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുത്തത് അത് അവർക്ക് വലിയ നെഗറ്റീവ് തന്നെയായിരുന്നു. കാരണം ഒരു കാരണവശാലെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കോമാളിത്തരത്തിനെയൊന്നും നമുക്ക് കൈയടിച്ച് പാസ്സാക്കാൻ കഴിയില്ല. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതായത് സുധിയേട്ടൻ്റെ മണം, ആ മരിക്കം പൂട്ട ഷർട്ടിൻ്റെ മണം എനിക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വൃത്തികെട്ട തറ ലോകത്തില്ലാന്ന് ഞാൻ പറയുള്ളൂ. കാരണം അങ്ങനെ ഒരു മണമില്ല ലോകത്ത്. ഒരാൾ മരിക്കുന്നത് എന്തിനാണ്? അയാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്കെന്തിനാണ് മറവി തന്നിരിക്കുന്നത്? മറക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെപ്പോഴും എന്ന് പറഞ്ഞാൽ അവർ 24 മണിക്കൂർ ഓർത്തുകൊണ്ടിരിക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വകാര്യ ദുഃഖമായിരിക്കും. ഒരു 6 മാസം 7 മാസം കഴിഞ്ഞാൽ അത് നമ്മുടെ സ്വകാര്യ ദുഃഖം മാത്രമായി തീരും. എന്നാൽ മാത്രമേ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അല്ലാതെ ഇതും ആലോചിക്കാൻ നമുക്കൊണ്ട് കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അന്ന് കാണിച്ച ആ ഒരു കോപ്രായത്തരം തന്നെയാണ് അത്. എന്താണെന്ന് വെച്ചാൽ സുധിയേട്ടൻ്റെ മണം വേണം എനിക്ക്, 24 മണിക്കൂർ എനിക്ക് ഈ മണം അടിച്ചുകൊണ്ട് നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും ബോറ് തന്നെയാണ്. അത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി നക്ഷത്രയെ ആരോ നല്ല രീതിയിൽ പറ്റിച്ചു. അത് ലക്ഷ്മി ആണെങ്കിൽ ഇവിടെ കൊണ്ടുപോയിട്ട് വ്ളോഗാക്കി. ആ വ്ളോഗാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു 2-3 മില്യൺ ഓടി. അവർക്കാണെങ്കിൽ കുറച്ച് പൈസയും കിട്ടി അതിൻ്റെ അകത്ത്. ഏതായാലും അതിൽ കുറച്ച് പൈസയൊക്കെ എന്ന് പറഞ്ഞാൽ സുധീൻ്റെ ഭാര്യയൊക്കെ കൊടുത്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ രേണുവിൻ്റെ മനസ്സ് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ശത്രുക്കളാണ്. അതായത് എല്ലാവരും തന്നെ രേണുവിനെ ചീത്ത പറയാനും രേണുവിൻ്റെ റീൽസിനെ വിമർശിക്കാനും വേണ്ടിയിട്ട് മാത്രം നിൽക്കുന്നത് പോലെയാണ് ഇപ്പോൾ ഇവിടെ മൊത്തത്തിൽ. ഇവിടെ ഓരോ ദിവസവും, അതായത് ഒരു ദിവസം തന്നെ രേണു പലതരത്തിലുള്ള ഫോട്ടോസ് ഇടും, അതുപോലെ പല റീൽസുകളിടും. അപ്പോഴൊക്കെ ഇവർ ചിന്തിക്കുന്നത് എന്താണെന്നല്ലേ, ഇതിൽ എനിക്കൊരു 10 തെറി വരും, അതിൽ ഞാൻ മറുപടി പറയണം. അങ്ങനെയാണ് ഇവർ ചിന്തിക്കുന്നത്. ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇവരുടെ ജോലിയുമായിട്ട് പോകട്ടെ. ഇവർക്ക് അരി വാങ്ങിക്കാൻ ഇതിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും ഒരു പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അതുമായിട്ട് അങ്ങ് പോയിക്കോട്ടെ, അതാരും വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കാര്യം, അതായത് അവരെന്തിനാണ് എന്നെ തെറി പറയുന്നത്, ഇവരെന്തിനാണ് എന്നെ തെറി പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഈ സുധി എന്ന് പറയുന്ന കലാകാരനെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ്. ആ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേണുവിലൂടെ ആൾക്കാർ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ രേണുവിനത് മനസ്സിലാകുന്നില്ല. രേണുവിനത് മനസ്സിലാകാതെ രേണു ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അതായത് എന്നെ തെറി പറയാനാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഈ രേണുവിനെ മുൻനിർത്തിയിട്ട് ഒരു റീൽസ് എടുത്ത് കഴിഞ്ഞാൽ നല്ല വൈറലാകുന്നു, അത് ശ്രദ്ധിക്കപ്പെടുന്നു, അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേണുവിനെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. പക്ഷെ അത് രേണുവിനെ മനസ്സിലാകുന്നില്ല. അവരൊക്കെ എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഓരോ കോപ്രായങ്ങളാണ്. അല്ലാതെ ഇമാതിരി റീൽസൊക്കെ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോഴും രേണു പറയുന്നത് ദിലീപേട്ടനും ഗോപിക്കും കൂടി അഭിനയിച്ച റീൽസാണ് ഞാൻ എടുത്തത് എന്ന്. അതെടുക്കേണ്ട ആവശ്യമുണ്ടോ? ആ ദിലീപേട്ടനും ഗോപിക്കും കൂടി അഭിനയിച്ചത് അതവിടെ തീർന്നു. അല്ലാതെ ഇവർ പോയിട്ട് അതുപോലെ അഭിനയിക്കണമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഒരിക്കലും പറയുന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോഴേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രേണു ജീവിക്കണം, നല്ല രീതിയിൽ ജീവിക്കണം. പക്ഷെ ആ മക്കളുടെ ആ ഒരു ഇതും കൂടി നോക്കണം. നാളെ പറയരുത്, എടാ നിന്റെ അമ്മ ഇതാ കാണുന്നില്ലായിരുന്നു, എന്തോന്നടാ അഭിനയിച്ച് വെച്ചിരിക്കുന്നത്. കാരണം നമ്മളാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നടിയൊന്നും ആയിട്ടില്ല. വലിയ നടിയൊന്നും ആയിക്കഴിഞ്ഞാൽ ഇതാരും മിണ്ടത്തില്ല. പക്ഷേ ഇപ്പോഴും രേണുവിന് എന്ന് പറഞ്ഞ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊല്ലസുധിയുടെ ഭാര്യ എന്ന് പറയുന്ന ആ ഒരു ഇത് മാത്രമാണ്. അതുകൊണ്ടാണ് ഈ ചുരുങ്ങിയ കാലങ്ങൾക്കുള്ളിൽ തന്നെ രേണുവിനെ അതുപോലെ മക്കളെയും മനസ്സിൽ ഓരോ മലയാളികളും നെഞ്ചിലേറ്റി വെക്കുന്നത്. അത് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാതെ നമ്മളാരും ഈ രേണുവിനെ വിമർശിക്കാനോ അല്ലെങ്കിൽ അവർ ജീവിക്കണ്ടെന്ന് പറയാനോ അവർ ഈ കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ അതിനെ കൈയടിക്കാനോ നമ്മളെ കിട്ടത്തില്ല. അതായത് ഓരോ സീനും ഓരോ സ്ഥലത്തും വന്നിട്ട് ഞാൻ ഇങ്ങനെ അഭിനയിക്കും അങ്ങനെ അഭിനയിക്കും, എന്തോന്ന് അഭിനയം? ഇതൊരു അഭിനയമാണോ? ഇതൊക്കെ ഏതോ ഒരുത്തൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു റീൽസോളികൾ എന്ന് പറയില്ലേ, അത് മാത്രമാണിത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രേണുവിന് അഭിനയിക്കേണ്ടിക്കലോ ഇല്ലെങ്കിൽ റീൽസ് ചെയ്യേണ്ടിക്കലോ യാതൊരു കുഴപ്പവുമില്ല. രേണുവിനൊരു ചാനൽ ഉണ്ടാക്കാം, അങ്ങനെ റീൽസ് ചെയ്യാം. അല്ലാതെ ഇവന്മാരുടെ ഈ കോപ്രായങ്ങൾ കുത്തു തുള്ളാൻ പോകേണ്ട. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് റീൽസ് ഉണ്ടാക്കാം, അതുപോലെ അഭിനയിക്കാൻ പോകാം. ഇപ്പോൾ സിനിമയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചാൻസൊക്കെ കിട്ടും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനോട് പോയി കഴിഞ്ഞാൽ അവരുടെ ഈ ഫ്ലവേഴ്സിൻ്റെ ഏതെങ്കിലും ഒരു സീരിയലിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വേഷം കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ ഇതുപോലെ എന്താ പറയുക വിഷമപ്പെട്ട് കരയേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഓരോ സ്ഥലങ്ങളിൽ വന്നിട്ട് ഈ ഇൻ്റർവ്യൂ കൊടുത്തിട്ട് ജനങ്ങളുടെ മുന്നിൽ ഒരു പരിഹാസ്യ കഥാപാത്രമാകാതിരിക്കാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴും രേണു ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ചാനലിൽ പോവുക, ഓരോ ഇൻ്റർവ്യൂ കൊടുക്കുക. അപ്പോൾ ഇൻ്റർവ്യൂവിൽ അവരെന്ത് ചെയ്യും, ഓരോ ക്യാപ്ഷൻ ഇടും. പിന്നെ അത് കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാവരും പോയിട്ട് കുറേ ആൾ തെറി വിളിക്കും, കുറേ ആൾ പറയും നിങ്ങൾ എന്തിനാണ് അവരെ ജീവിക്കാൻ അനുവദിക്കാത്തത്, അങ്ങനെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വരും. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു രസമായിട്ട് അങ്ങ് കൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, രേണു ഇമാതിരി ഇൻ്റർവ്യൂ കൊടുക്കുന്ന പരിപാടി നിർത്തുക. അത് കഴിഞ്ഞതിന് ശേഷം തന്നെ എവിടെയെങ്കിലും അഭിനയിക്കാൻ പോവുക. എങ്ങനെ തനിക്ക് മുന്നോട്ട് ജീവിക്കാം, ആ ഒരു ജീവിത മേഖല തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കേണ്ടത്. ഈ ഇൻ്റർവ്യൂ എടുക്കുന്നവരൊക്കെ ഇത് കുറേ കാലം കഴിയുമ്പോഴും മടുത്തു പോകും ജനങ്ങൾക്ക്. ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഏകദേശം മടുത്തു. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ റേറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അപ്പോഴാണ് പറയുന്നത് അയ്യോ രേണുവിനെ ഇതാക്കി. ഇതിനിടയ്ക്ക് ഞാൻ ഒരു ഫോട്ടോ കണ്ടു, എനിക്ക് വളരെ മോശമായിട്ട് തോന്നി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഏതോ ഒരു സിനിമേൻ്റെ ഷോട്ട് എടുത്തിട്ട് ഇങ്ങനെ വയറിലൂട്ടിയാൽ ഇങ്ങനെ ഒരുത്തൻ തടുന്നത്, അതൊക്കെ കണ്ടപ്പോൾ ഇല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നിങ്ങൾ അഭിനയിച്ചോ, അതൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാർ എന്നെ തെറി പറയണമെന്ന് ആലോചിച്ച് മാത്രം ഇതുപോലെ ചെയ്യരുത് നിങ്ങൾ. അത് വളരെ മോശം തന്നെയാണ്. അതാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ഒരു തംബ്ലൈന് കണ്ടതാണ്, സുധിച്ചേട്ടനുള്ളപ്പോൾ എന്നെ പിച്ച തണ്ടാൻ വിട്ടു എന്ന്. ഞാൻ ആ ഒരു വീഡിയോ മുഴുവൻ കണ്ടപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഏതോ ഒരുത്തൻ കമൻ്റ് എഴുതിയതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ കമൻ്റ് എഴുതുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നല്ല വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഇതൊക്കെ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. അതാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒരു ലൈക്ക്, അത് ഞാൻ തെണ്ടുകയാണ് നിങ്ങളോട്, ഒരു ലൈക്ക്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, അത് നല്ലതാണെങ്കിലും ശരി മോശമായാലും ശരി, നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങൾ എഴുതണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.